ഓക്കെ, ബോയ് മീറ്റ്സ് ഗേൾ. അവർ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു, ഇഷ്ടത്തിലാകുന്നു, റിലേഷൻഷിപ്പ് തുടങ്ങുന്നു, പിന്നെ റൊമാൻസ്. റൊമാൻസിന് എന്താ കുഴപ്പം? ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അവർ വഴക്കിടുന്നു, പാച്ചപ്പ് ആകാൻ ശ്രമിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല, അവസാനം ബ്രേക്കപ്പ് ആവാൻ തീരുമാനിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ അതേ ഫോർമാറ്റിൽ പോകുന്ന ഒരു സീരീസാണ് ആമസോൺ പ്രൈമിന്റെ മിസ്റ്റർ ആൻഡ് മിസസ് സ്മിത്ത് സീരീസ്. ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മിസ്റ്റർ ആൻഡ് മിസസ് സ്മിത്ത് സീരീസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇത് ആഞ്ചലിന ജോളിയും ബ്രാഡ് പിറ്റും അഭിനയിച്ച മിസ്റ്റർ ആൻഡ് മിസസ് സ്മിത്ത് സിനിമയുടെ ഒരു റീമേക്ക് ആണോ? അല്ല, മറിച്ച് അതേ കൺസെപ്റ്റ് പുതിയൊരു രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്ന ഐഡിയ ആണ്. അതായത് ഒരു സീക്രട്ട് ഏജൻസി രണ്ടുപേരെ റിക്രൂട്ട് ചെയ്യുകയും അവർ ഭാര്യ ഭർത്താക്കന്മാരായി സൊസൈറ്റിയിൽ നിൽക്കുകയും എന്നാൽ ഈ ഏജൻസിക്ക് വേണ്ടി സീക്രട്ടായി മിഷൻസ് ചെയ്യുകയും വേണം. ഒരിക്കൽ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, അവർ ഒരുമിച്ച് താമസിക്കേണ്ടി വരും ഭാര്യ ഭർത്താക്കന്മാരായി. അവർക്ക് താമസിക്കാനുള്ള സ്ഥലം, ഗൺസ്, എക്യുപ്മെന്റ്സ്, ഇന്റൽ, അങ്ങനെ മറ്റെല്ലാ കാര്യങ്ങളും ഏജൻസി തന്നെ പ്രൊവൈഡ് ചെയ്യും. ഇവിടെ ജോൺ സ്മിത്ത്, അതായത് ഭർത്താവായി വരുന്നത് ആഫ്രിക്കൻ അമേരിക്കൻ ആക്ടറും സിംഗറുമായിട്ടുള്ള ഡൊണാൾഡ് ഗ്ലോവർ ആണ്. ജെയിൻ സ്മിത്ത്, അതായത് ഭാര്യയുടെ വേഷത്തിൽ വരുന്നത് ഏഷ്യൻ അമേരിക്കൻ ആക്ട്രസായ മായ എറിക്സൺ. ഇവരുടെ എത്നിസിറ്റി ഞാനിവിടെ എടുത്തു പറയാൻ കാര്യം, ഈ സീരീസ് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ എല്ലാവരും കിടന്ന് കരഞ്ഞ കാര്യമായിരുന്നു, അയ്യോ ഇത് വോക്കായേ എന്ന് പറഞ്ഞ്. ഞാനും ഈ വോക്ക് ഐഡിയയ്ക്ക് എഗൻസ്റ്റ് വെക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ അതല്ല. ഒറിജിനൽ സിനിമയിലെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അതേ കഥാപശ്ചാത്തലം അതേപോലെ എടുത്ത് റീമേക്ക് ചെയ്തിരുന്നെങ്കിൽ ഇതൊരു വോക്ക് പ്രൊപ്പഗൻഡയാണെന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കംപ്ലീറ്റ് ആയിട്ട് അവർ ആ ഐഡിയ റീവർക്ക് ചെയ്തിട്ടുണ്ട്. What do you think happens if we fail? Our marriage? Our mission. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ മിക്കവരും പറയും ഈ ആണും പെണ്ണും ആദ്യമായിട്ട് കാണുകയും അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ആണെന്ന്. അതുപോലെ തന്നെയാണ് ഈ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡും. അല്ലെങ്കിൽ ഫോർ മീ ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് പൈലറ്റ് എപ്പിസോഡ്. ഈ ഫസ്റ്റ് എപ്പിസോഡ് സെറ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു മൂഡുണ്ട്, ആ ഒരു ടോൺ അല്ലെങ്കിൽ ആ ഒരു വൈബ്, അത് അത്രയും പെർഫെക്റ്റ് ആയതുകൊണ്ടാവാം പിന്നെ അതിന് പുറകെ വന്ന എപ്പിസോഡുകൾ എന്നെ അത്ര എക്സൈറ്റഡ് ആക്കാത്തത്. എന്ന് വെച്ചാൽ ഇതൊരു മോശം സീരീസ് ആണെന്നല്ല, ഇടയ്ക്ക് 1-2 എപ്പിസോഡുകൾ അല്പം സ്ലോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവസാനത്തെ ആ ഒരു 2 എപ്പിസോഡിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആവും. മാത്രമല്ല നല്ലൊരു ക്ലിഫ് ഹാങ്ങറിലാണ് സീരീസ് അവസാനിപ്പിക്കുന്നത്. എപ്പിസോഡ് 1 ഉൾപ്പെടെ ന്യൂയോർക്കിൽ സെറ്റ് ചെയ്ത എപ്പിസോഡുകളായിരുന്നു എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. സിറ്റിക്കുള്ളിലെ ആ ചേസും ആ ഒരു ആംബിയൻസും ഒക്കെ നന്നായിട്ട് ആ എപ്പിസോഡുകളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ആ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ല് നമുക്ക് തരാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ മൊത്തം എപ്പിസോഡുകളുടെ മൂഡ് എലിവേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഈ മെയിൻ റോളിൽ വരുന്ന 2 പേരും ഭയങ്കര സൂപ്പർ മോഡൽ ലുക്കുള്ളവരൊന്നും അല്ല. ഐ മീൻ 2 പേരും ലുക്കാണ്, ബട്ട് ബ്രാഡ് പിറ്റ് അല്ലെങ്കിൽ ആഞ്ചലിന ജോളി ലെവൽ ലുക്കല്ല എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടല്ലോ. ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഇവിടെ നന്നായിട്ട് പൊളിച്ചെഴുതുന്നുണ്ട്. ഈ 2 പേരും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ഭയങ്കരമാണ്. അതുപോലെ തന്നെ ആക്ഷൻ സീൻസ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വയലൻസ് ഉണ്ട് സീരീസിൽ. സോ ഓവറാൾ പറഞ്ഞാൽ റൊമാൻസിന് പ്രാധാന്യം കൊടുക്കുന്ന എന്നാൽ ഒരു എബവ് ആവറേജ് ആക്ഷൻ സ്പൈ സീരീസാണ് ആമസോൺ പ്രൈമിൻ്റെ മിസ്റ്റർ ആൻഡ് മിസസ് സ്മിത്ത്. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് മിസ്റ്റർ ആൻഡ് മിസസ് സ്മിത്ത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടു നോക്കുക. കണ്ടന്റ് ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.